എല്ലാവർക്കും മല്ലിവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക്, നടികർ, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ്, ബേസിൽ, അനിക തുടങ്ങി ഒരുപാട് പേരെ അഭിനയിച്ച സിനിമയാണ് കപ്പ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇതൊരു റൊമാൻറ്റിക്കൽ സ്പോർട്സ് മൂവിയാണ്. ഇപ്പോൾ സൈനാപ്പിള് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് തങ്കമണി പറഞ്ഞു പോയത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. എന്നിട്ടും തങ്കമണിയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. നീതാപിള്ളയും ദിലീപുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 28-ന് മുന്നേ ആമസോൺ പ്രൈമിൽ തങ്കമണി റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ സിനിമ വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസായില്ല. ലുക്മാൻ, വിനയ് ഫോർട്ട്, സണ്ണി വെയിനാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ജൂലൈ മാസം 30-ന് മുന്നേ പെരുമാനി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല സിനിമ സ്വന്തമാക്കിയത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഷൈനികമാണ് സിനിമയിലെ നായകൻ. അതുപോലെ സണ്ണി വെയിനുമുണ്ട്. വേല സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ ജൂലൈ മാസം 27-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് DNA സിനിമ നേടിയെടുത്തത്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അസ്കർ, അന്ന റേച്ചി, റായ് ലക്ഷ്മിയാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. DNA എന്ന സിനിമ അടുത്ത വീക്കിലായിരിക്കും OTT റിലീസ് ആവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബി കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ OTTയിൽ മാത്രം സിനിമ വരുന്നില്ല. ഇപ്പോഴിതാ മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ പോവുകയാണ്. ഗെറ്റ് സെറ്റ് ബേബി സർപ്രൈസായിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ജൂലൈ മാസം 25-ന് മുന്നേ ഗെറ്റ് സെറ്റ് ബേബി റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT വന്നിട്ടില്ല. മമ്മൂട്ടിയാണ് ഡൊമിനിക് സിനിമയിലെ നായകൻ. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഡൊമിനിക്. എന്നിട്ട് സിനിമ പരാജയപ്പെട്ടു. ഡൊമിനിക്കിൻ്റെ OTT ആരും തന്നെ വാങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡൊമിനിക് സിനിമ സർപ്രൈസായിട്ട് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഈ വീക്കിലായിരിക്കും റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്യം ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവില്യം ഗോപുരങ്ങൾ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങി വർഷങ്ങളായി. ഇപ്പോഴാണ് മാരിവില്യം ഗോപുരങ്ങൾ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങി ഒരുപാട് പേര് മാരിവില്യം ഗോപുരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റ് വീക്കാണ് മാരിവില്യം ഗോപുരത്തിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സർക്കിട്ട് സിനിമയ്ക്ക് ലഭിച്ചത്. ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ആസിഫ് അലിയാണ് സർക്കിട്ട് സിനിമയിലെ നായകൻ. സർക്കിട്ട് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇപ്പോഴിതാ സർക്കിറ്റിന്റെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം സർക്കിട്ട് സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്കയ്ക്ക് തിയേറ്ററിൽ നിന്ന് മോശം അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ പെട്ടെന്ന് വാഷ് ഔട്ടായി. അതുകൊണ്ട് ബസൂക്ക സിനിമ ഒരുപാട് പേർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആരാധകർ ബസൂക്കയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. C5 നേരത്തെ തന്നെ ബസൂക്ക വാങ്ങിച്ചതാണ്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ബസൂക്ക ഈ വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് റോന്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. റോഷൻ മാത്യു, ദിലീഷ് പോതനാണ് റോന്ത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു റോന്ത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല ഹൈപ്പോട് കൂടിയാണ് റോന്ത് വന്നത്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. റോന്ത് സിനിമ ഉടനെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ജൂലൈ മാസം 30-നായിരിക്കും റോന്ത് സിനിമയുടെ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം തന്നെ OTTയിൽ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.
ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.